السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال من قال سبحان الله وبحمده في يوم 100 مرة حتت خطاياه وإن كانت مثل زبد البحر. متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6405 ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 2691 ഹദീസ് നമ്പറായും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നന്മകളും തെറ്റുകളും മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇബാദത്ത്, അമല്, പുണ്യങ്ങൾ ഇവയും ചെയ്യാറുണ്ട്. എന്നാൽ അതൊക്കെ കണക്ക് കൂട്ടി ചെയ്യുന്ന ആൾക്കാർ ഇത്രയൊക്കെ ചെയ്യുള്ളൂ. ഉദാഹരണമായിട്ട് നിസ്കാരം, അല്ലെങ്കിൽ നോമ്പ്, സ്വതക്ക, ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഫർളും സുന്നത്തുമായിട്ടുള്ളത് ഒരു ദിവസം ഇത്ര. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ ഇത്ര, വരുമ്പോൾ ഒരു കൊല്ലത്തിൽ ഇത്ര, ആയുഷ്കാലത്തിൽ എത്ര നമുക്ക് കൂട്ടിയാൽ കിട്ടാൻ പറ്റും. എന്നാൽ ഒരിക്കലും തെറ്റുകുറ്റങ്ങൾ അങ്ങനെ രേഖപ്പെടുത്താറില്ല. അവർ രേഖപ്പെടുത്തുകയും കണക്ക് കൂട്ടുകയും ചെയ്താൽ അതിനൊരു അന്ത്യം ഉണ്ടാവില്ല. ഒരു സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടൊരു കാഴ്ച, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ പള്ളിയിൽ കുറേ ആളുകൾ ഭയങ്കര ദിക്റിലും ഔറാദിലും ദിക്റിന്റെ മജ്ലിസും ദുആഇന്റെ മജ്ലിസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക. ദിക്ർ ഹൽക്കയാണ് അവിടെ ചെന്നത്. നമ്മുടെ നാട്ടിലുള്ള ദിക്ർ ഹൽക്കകളില്ലേ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ സഹാബത്തിനൊന്നും പരിചയമില്ലാത്ത, അവർക്ക് അറിയാത്തതാണ്. റസൂലിന്റെ വഫാത്തായിട്ട് ഇങ്ങനൊരു ഹൽക്ക കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു കണ്ടു തന്നത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓരോ ടീമിനും ഓരോ ക്യാപ്റ്റൻ, അവർക്ക് ഓരോ കുഴികളും, ആ കുഴികളിലേക്ക് ക്യാപ്റ്റൻ, ലീഡർ, ഇമാമ് ഹല്ലിലു മിഅ എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ വട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സബ്ബിഹു മിഅ. അപ്പുറത്ത് വേറൊരു ടീം, അവരും അങ്ങനെ എണ്ണം പറഞ്ഞു ഇങ്ങനെ സുബ്ഹാനല്ലാഹ് പറയാം. ഇത് പറയുമ്പോഴൊക്കെ അവരുടെ ഇമാം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഓരത്ത് വെച്ച ഓരോ കല്ലും ആ കുഴിയിലേക്ക് എടുത്തിടുന്നുണ്ട്. ഇതെന്താ അങ്ങനെ ഒരു പരിപാടി? അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചത് എന്താ, ഞങ്ങൾ തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ്, തക്ബീർ ഒക്കെ നടത്താം. അപ്പൊ എന്തിനാ കുഴി കല്ലിടാൻ വേണ്ടിയിട്ട്. കല്ലെന്തിനാ? കല്ല് എണ്ണം തെറ്റായിരിക്കാൻ വേണ്ടിയിട്ട്. ഈ വിവരമാണ് ചെന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്. അദ്ദേഹം പറഞ്ഞു, അവരോടൊക്കെ നീറ്റ് പോകാൻ, കല്ലൊക്കെ തട്ടി മൂടാൻ പറയും. അവർ എണ്ണുന്ന ഈ എണ്ണമുണ്ടല്ലോ പുണ്യം, അതൊന്നും അള്ളാഹിന്റെ കണക്കിൽ തെറ്റിപ്പോവില്ല. അള്ളാഹ് കണക്ക് അറിയാത്തവനോ കണക്ക് പിടിക്കാൻ പറ്റാത്തവനോ ഒന്നുമല്ല. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന തിന്മകളില്ലേ, തെറ്റുകുറ്റങ്ങൾ, അവയുടെ കണക്ക് പിടിക്കാൻ പറയും. എന്നിട്ട് അതിന് പകരമായിട്ട് വല്ല നന്മകളുമൊക്കെ ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തെറ്റുകുറ്റങ്ങൾ എമ്പാടും ചെയ്തു കൂട്ടാറുണ്ട്. അവയുടെ ഒന്നും കണക്കറിയില്ല. നമ്മൾ പറയില്ലേ, അറിഞ്ഞും അറിയാതെയും തെറ്റ് ചെയ്യാറുള്ളത്. നമുക്കറിയാം ഇത് തെറ്റാണ്, എന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ശബ്ദം ശ്രവിക്കുമ്പോഴും തെറ്റിൽ കൂടി തന്നെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കാലത്തും മായ്ക്കാൻ കഴിയാത്ത, തിരുത്താൻ കഴിയാത്ത, മാറി നിൽക്കാൻ കഴിയാത്ത തെറ്റിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട്? ഈമാന്റെ കടിഞ്ഞാൺ അത്ര ബലം പോരാത്തത് കൊണ്ട്. ഈമാന്റെ കുറ്റം കൊണ്ടല്ല, അവനവൻ ഉൾക്കൊള്ളുന്ന ഈമാനിനനുസരിച്ച് അവനവന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവനവൻ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് അവനവന് ശക്തിയും ബലവും ഉണ്ടാവുള്ളൂ എന്നുള്ള അറിയാം. ഇതുപോലെ തന്നെ ഈമാനും. ഈ ജീവിതത്തിനിടയിൽ നിന്ന് അത്തരം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട്
നാളെ റബ്ബിന്റെ മുൻപിൽ ആ കടവുമായി ഇങ്ങനെ പോയി നിന്നിട്ട് റബ്ബിനെ കാണാൻ ഒരു ലജ്ജ തോന്നുന്നുണ്ട് മനുഷ്യന്. ഒരു തെറ്റുകുറ്റം, ഒരഴുക്കും മെഴുക്കും വൃത്തിയും വെടുപ്പും ഇല്ലാതെ ഒരു നല്ലൊരു മനുഷ്യന്റെ മുൻപിൽ പോയി നിൽക്കാൻ ലജ്ജയും നാണവും മാനവും ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അത്യാവശ്യം വെടുപ്പിലും വൃത്തിയിലൊക്കെ പോയി നിൽക്കുന്നത്. ലോകത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ നാളെ പോയി നിൽക്കുമ്പോൾ പാപത്തിൽ ആറാടിയിട്ട് തെറ്റുകുറ്റങ്ങൾ വായിക്കാതെ കാലുമ്പോൾ ഒരു ചളിയായ സഹോദരന്മാർ നമ്മൾ പള്ളിയിൽ പോയി ഒരുപാട് കഴി വൃത്തിയാക്കില്ല. റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുക, ഒരു തുള്ളി ചളിയുള്ളൂ, അതവിടെ കെട്ടെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അങ്ങനെ ഒരു ദിവസം തെറ്റുകൾ അസംഖ്യമായി ചെയ്തു കൂട്ടിയാലും അതിനെന്തെങ്കിലും ഇരട്ട വഴികളോ കുറുക്കുവഴികളോ അല്ല ആലോചിക്കേണ്ടത്. തെറ്റുകളിൽ ആറാടി എന്നിട്ട് അതിന്റെ പരിഹാരം പടപ്പുകളോടല്ല പറയേണ്ടത്, പടച്ചോരോടാണ് പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത് പറയാൻ നാവ് വഴങ്ങാത്ത മനുഷ്യന്മാരുണ്ടാകും. എത്ര? ഒരു ദിവസം 100 പ്രാവശ്യം. ഒരാൾക്ക് 200 പ്രാവശ്യം പറയാൻ കഴിയില്ല വെച്ചോ. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ ദിക്റുകളുടെയും ഔറാദ് കണ്ടില്ല. ഇവിടുന്ന് അവിടെ നല്ല മുറാദുകൾ അങ്ങനെ ഓരോ നിസ്കാരത്തിന്റെയും കൂടെ 20 പ്രാവശ്യം പറഞ്ഞാൽ 5 വക്ത് നിസ്കാരത്തിന്റെ കൂടെ 100 പ്രാവശ്യമായി. അങ്ങനെ ഒരു ദിവസം ഒരാൾ ചെയ്താൽ അയാളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കപ്പെടും, മായ്ച്ചു കളയും. എത്ര ഒരു സമുദ്രത്തിൽ കടലിൽ ഉള്ള നുരയും പതയും എത്രയുണ്ടോ അത്രയുണ്ടായിരുന്നാൽ പോലും പടച്ചോൻ നമ്മളെ തെറ്റുകുറ്റങ്ങളില്ലാതെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. തെറ്റുകളില്ലാതെ കുറ്റങ്ങളില്ലാതെ റബ്ബിനെ കാണുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ ദിക്റുകളും ഫിക്റുകളും നിറഞ്ഞു കവിയുന്ന നാവിന്റെ ഉടമകളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ദിക്റുകളും ഫിക്റുകളും പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് അവ മായ്ച്ചു കളഞ്ഞ് നാളെ റബ്ബിന്റെ മുൻപിൽ സലീമായ ഹൃദയത്തോടുകൂടി പോയി നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. തിന്മകൾക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ മരണം വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സിഹ്ഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.